നമസ്കാരം. ആനന്ദ് ന്യൂസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് അൻവറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അടങ്ങുന്നില്ല, അല്ലെങ്കിൽ അൻവർ എന്ന് പറയപ്പെടുന്ന MLA തടുത്തു നിർത്താൻ കഴിയുന്നില്ല പാർട്ടിക്ക് എന്നുള്ളതാണ്. പാർട്ടിക്ക് വഴങ്ങാതെ തന്നിഷ്ടം തുടരുന്ന PV അൻവർ വീണ്ടും വെല്ലുവിളികളുമായി രംഗത്തെത്തുന്നു. വിശ്വാസങ്ങൾക്കും വിധേയത്തിനും താൽക്കാലികതയ്ക്കും അപ്പുറം ഓരോ മനുഷ്യനിലുമുള്ള ഒന്നാണ് ആത്മാഭിമാനം. അതിത്തിരി കൂടുതലുണ്ട്. നീതിയില്ലെങ്കിൽ നീ തീയാവുക എന്നാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അൻവർ പുറത്തിറക്കി കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കും ADGP ആയിട്ടുള്ള MR അജിത് കുമാറിനുമെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് സൂചിപ്പിച്ചുകൊണ്ട് തന്നെയാണ് അൻവർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് മാധ്യമങ്ങളെ കാണുമ്പോൾ അറിയിക്കാൻ പോകുന്നതും അത്തരത്തിൽ എന്തെങ്കിലും വെടിക്കെട്ടാണോ എന്ന് അറിയേണ്ടതുണ്ട്. ഒരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. അതുകൊണ്ടാണ് നീതിയില്ലെങ്കിൽ നീ തീയാവുക എന്നുള്ള ഒരു കുറിപ്പ് അദ്ദേഹം ഇട്ടത്. അത് വളരെ ശ്രദ്ധേയമായി. CPM-നെയും സർക്കാരിനെയും മുൾമുനയിൽ നിർത്തുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ നിരന്തരം ഉന്നയിച്ചതിന് പിന്നാലെയാണ് അൻവർ അപ്രതീക്ഷിത വാർത്താസമ്മേളനം വീണ്ടും വിളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. പരസ്യ പ്രതികരണങ്ങൾ പാടില്ലെന്ന് പാർട്ടി വിലക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും പരസ്യ വിമർശനത്തിന് അൻവർ തയ്യാറെടുക്കുന്നത് എന്നുള്ളതാണ്. അതേസമയം അൻവർ പാർട്ടിയെ ധിക്കരിക്കാനാണ് തയ്യാറാകുന്നത് എന്നും മറുകണ്ഠം ചാടാൻ ലക്ഷ്യമിട്ടുള്ള ഒരു സൂചനകളാണിത് വരുന്നത് എന്ന് പാർട്ടി കേന്ദ്രങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. കോൺഗ്രസിൽ സാധ്യതകൾ തേടുകയാണ് അദ്ദേഹം. മുൻ പാർട്ടിക്കാരെന്ന നിലയിൽ അൻവറിനെ പൂർണ്ണമായും തള്ളാൻ പക്ഷേ കോൺഗ്രസ് പാർട്ടി ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. മാത്രമല്ല മുസ്ലിം ലീഗ് അദ്ദേഹത്തെ ക്ഷണിക്കുന്നുമുണ്ട്. അതേസമയം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ PV അൻവർ ഉന്നയിച്ച ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളൊന്നും CPM-ഉം സർക്കാരും മുഖവിലക്കെടുത്തില്ല എന്നുള്ളതാണ്. താനുമായി ഉടക്കിയ ADGP അജിത് കുമാറിനെ സംരക്ഷിക്കുന്നതിൽ പ്രകോപിതനായാണ് PV അൻവർ ശശിക്കെതിരെ തിരിഞ്ഞതുപോലും. ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് പരസ്യമായി ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെയും സർക്കാരിനെയൊക്കെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ജയിക്കാമെന്നുള്ളൊരു ആദ്യമായിട്ടൊരു കണക്കുകൂട്ടൽ അൻവറുണ്ടായിരുന്നു. പക്ഷേ അത് പരാജയപ്പെട്ടു പോയി. എന്നാൽ പിണറായി വിജയന് വേണ്ടി ആഭ്യന്തര വകുപ്പ് അടക്കി ഭരിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയെ വില കുറച്ചു കണ്ടതിൽ അൻവറിന് പാളി എന്നുള്ളതാണ്. നിലമ്പൂരിൽ ആദ്യ വെടി പൊട്ടിച്ച് കൂടുതൽ വിവരങ്ങൾ പറയുമെന്ന് മുന്നറിയിപ്പ് നൽകി തലസ്ഥാനത്ത് മുഖ്യമന്ത്രിയെ കാണാനെത്തുമ്പോൾ അൻവറിന് സർക്കാരിൽ വലിയ പ്രതീക്ഷയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ 5 മിനിറ്റ് മാത്രമാണ് മുഖ്യമന്ത്രിയോട് സംസാരിക്കാൻ പറ്റിയത്. ശശിയെയും അജിത് കുമാറിനെയും കൈവിടിൽ നിന്ന് അപ്പോൾ തന്നെ പിണറായി വിജയൻ കൃത്യമായിട്ടുള്ള സൂചന അൻവറിന് നൽകുകയും ചെയ്തു. പക്ഷേ മുഖ്യമന്ത്രിയെ കണ്ടിറങ്ങിയതിന് പിന്നാലെ പരാതിയുടെ പകർപ്പ് പാർട്ടി സെക്രട്ടറിക്ക് നൽകുമെന്ന് പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ്. പകർപ്പ് നൽകിയപ്പോൾ ശശിയുടെ പേരില്ലെന്ന് പറഞ്ഞ് MV ഗോവിന്ദൻ കൈ കഴുകുകയും ചെയ്തു. ശശിയുടെ പേരെഴുതി പുതിയ പരാതി നൽകുക മാത്രമല്ല, അക്കാര്യം പരസ്യപ്പെടുത്തുകയും ചെയ്ത അൻവറിന് എഴുതി കിട്ടിയാൽ എല്ലാം പരിശോധിക്കാമെന്ന പാർട്ടി സെക്രട്ടറിയുടെ ഉറപ്പിലായിരുന്നു അവസാന പ്രതീക്ഷ. പക്ഷേ അതും അസ്ഥാനത്താകുന്നതാണ് ബുധനാഴ്ച സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കണ്ടത് എന്നുള്ളതാണ്. P ശശിക്കെതിരായിട്ടുള്ള അൻവറിന്റെ പരാതി സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വായിക്കുക പോലും ഉണ്ടായില്ല എന്നുള്ളതാണ്. P ശശിയുടേത് മാതൃകാപരമായ പ്രവർത്തനമെന്ന് വാർത്താസമ്മേളനം വിളിച്ച് പ്രകീർത്തിച്ച പിണറായി വിജയന്റെ വാക്കുകൾ ഏറെക്കുറെ അതുപോലെ തന്നെ MV ഗോവിന്ദനും മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഏറ്റുപാടി എന്നുള്ളതാണ്. പിന്നാലെ അൻവർ നാവടക്കണമെന്ന മുന്നറിയിപ്പ് എത്തി. പാർട്ടിയും സർക്കാരും ഒരുപോലെ കൈവിട്ട PV അൻവറിന് ഇടതുപക്ഷത്ത് തുടരുമെങ്കിൽ അല്പം അടങ്ങേണ്ടി വരുമെന്ന് ഉറപ്പാണ്. എന്നാൽ ഈ കീഴടങ്ങൽ അംഗീകരിക്കാനാവില്ലെന്ന മുന്നറിയിപ്പാണ് ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അൻവർ വീണ്ടും വ്യക്തമാക്കി. അതേസമയം ഈ നിയമസഭാ സമ്മേളനം അത് കൂടാനിരിക്കെ വിവാദം ആളിക്കത്തിച്ച് പരിക്ക് വഷളാകാതിരിക്കുവാൻ വൈകാതെ അജിത് കുമാറിന് സ്ഥാനചലനം ഉണ്ടാകുമെന്നുള്ളതാണ് പുതുതായിട്ട് വരുന്ന വിവരം. അജിത് കുമാറിനെ മാറ്റി നിർത്തുക എന്നുള്ളത് മാത്രമാണ് മുൻപിലുള്ള വഴി. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസവും അജിത് കുമാറിനെതിരെ അൻവർ രംഗത്ത് വന്നിരുന്നു. ADGP RSS കൂടിക്കാഴ്ച അടക്കം പുറത്തു വന്നത് അൻവറിൻ്റെ ആരോപണങ്ങൾക്ക് പിന്നാലെയുമാണ്. 20-ലധികം ദിവസങ്ങൾക്ക് ശേഷം കൂടിക്കാഴ്ചയിൽ ADGPക്കെതിരെ അന്വേഷണത്തിന് സർക്കാർ നിർദ്ദേശം നൽകിയെങ്കിൽ കൂടിയും അൻവർ പക്ഷേ തൻ്റെ ആക്രമണം തുടർന്നുകൊണ്ടിരുന്നു എന്നതാണ്. ADGP ക്രിമിനലാണ് എന്നും അദ്ദേഹത്തെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നും കഴിഞ്ഞ ദിവസവും അൻവർ തറപ്പിച്ചു പറയുകയുണ്ടായി. അതിനിടെയാണ് അൻവർ ഗുരുതര ആരോപണം ഉന്നയിച്ച P ശശിക്ക് ക്ലീൻ ചിറ്റ് നൽകുന്ന സമീപനം CPM-ന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. പരസ്യ പ്രതികരണം പാടില്ലെന്ന പാർട്ടി നിർദ്ദേശം നിലനിൽക്കെയാണ് ഇന്ന് വീണ്ടും അൻവർ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. ഇതോടെ അൻവറിൻ്റെ അടുത്ത നീക്കം എന്താകുമെന്നത് രാഷ്ട്രീയ കേന്ദ്രങ്ങളൊക്കെ ഉറ്റുനോക്കുകയാണ്. അൻവർ ഈ LDF എന്ന് പറയപ്പെടുന്ന പാർട്ടിയിൽ തുടരുമോ,
അതോ ഈ പാർട്ടി വിട്ട് കൂടുമാറുന്ന ഒരു നയം സ്വീകരിക്കുമോ? LDF നിന്ന് UDF ചേക്കേറാനുള്ള തന്ത്രങ്ങളാണോ അൻവർ ഒരുക്കുന്നത് എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത്.